നമ്മുടെ വേൾഡ് ഹിസ്റ്ററി അഥവാ ലോക ചരിത്രത്തിൽ നിന്നും ചോദിച്ചിട്ടുള്ള PQ പ്രീവിയസ് ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസേഴ്സും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം പരിഗണിക്കാനാണ്. ഒന്നാമത്തേത്, മഞ്ജു രാജവംശത്തിന് അധികാരം നഷ്ടപ്പെടാൻ കാരണമായ വിപ്ലവമാണ് 1911 ചൈനീസ് വിപ്ലവം. അത് ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന, ത്രീ പീപ്പിൾസ് പ്രിൻസിപ്പിൾ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതും ശരിയാണ്. സൺയാൻസന്റെ ആ ഒരു 3 പ്രിൻസിപ്പിൾ. ദെൻ 1911 ചൈനീസ് വിപ്ലവം സിൻഹായ്ക്ക് വിപ്ലവം എന്നും അറിയപ്പെടുന്നു. ഇത് ക്യുങ് രാജവംശത്തിന്റെ അഥവാ മഞ്ജു രാജവംശമെന്നും അറിയപ്പെടുന്ന ഈ രാജവംശത്തിന്റെ പതനത്തിന് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ സ്ഥാപനത്തിനും കാരണമായി. 1911 ചൈനീസ് വിപ്ലവത്തിലെ പ്രധാന വ്യക്തിത്വം റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ സ്ഥാപകനുമായ ഡോക്ടർ സൺയാൻസൻ വികസിപ്പിച്ച രാഷ്ട്രീയ തത്വങ്ങളുടെ കൂട്ടമാണ് 3 പീപ്പിൾസ് പ്രിൻസിപ്പിൾസ് എന്ന് വിളിക്കപ്പെടുന്ന 3 തത്വങ്ങൾ. ഈ തത്വങ്ങൾ ക്യുങ് രാജവംശത്തെ അട്ടിമറിക്കാനും ആധുനികവും ജനാധിപത്യപരവും സമൃദ്ധവുമായ ചൈന സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടുള്ള വിപ്ലവ പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്ര അടിത്തറയ്ക്കും രൂപം നൽകുവാനും കാരണമായി. ചൈനയിൽ മഞ്ജു രാജവംശം അവസാനിക്കാൻ കാരണമായ ഒരു വിപ്ലവമാണ് 1911 ചൈനീസ് വിപ്ലവം. അതിന് നേതൃത്വം നമ്മുടെ സൺയാൻസൺ ആണ്. അദ്ദേഹത്തിൻ്റെതാണ് ഈ 3 പീപ്പിൾസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ചൈനീസ് വിപ്ലവത്തിന് നേതൃത്വം നൽകിയ കക്ഷിയാണ് കുമിൻതാങ് കക്ഷി. ചൈനീസ് വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് സൺയാൻസൺ. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ പ്രസ്താവനകൾ പരിശോധിക്കാനാണ്. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് അമേരിക്കൻ വിപ്ലവമാണ്. അമേരിക്കൻ വിപ്ലവം 1775 1783 ഇടയിൽ സംഭവിച്ച ഒരു കൊളോണിയൽ കലാപമായിരുന്നു. മൂന്നാമത്തെ പ്രസ്താവന, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന് പ്രഖ്യാപിച്ച വിപ്ലവം അമേരിക്കൻ വിപ്ലവമാണ്. ഇതിൽ ഏതാണ് റൈറ്റ് ആൻസർ എന്ന് വെച്ചാൽ 2, 3 ശരിയായ ആൻസർ വരുന്നത്. ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. കാരണം വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവമാണ്. ഫ്രഞ്ച് വിപ്ലവം നടന്നത് 1789 99 കാലഘട്ടത്തിലാണ്. 1765 സ്റ്റാമ്പ് ആക്ട് കോൺഗ്രസിൽ. അപ്പോൾ 1765 സ്റ്റാമ്പ് ആക്ട് അതെന്താണെന്ന് നോക്കാം. കോൺഗ്രസിൽ അമേരിക്കൻ കോളനി പ്രതിനിധികൾ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന് പ്രഖ്യാപിച്ചു. ബ്രിട്ടന്റെ ഭരണസമിതിയിൽ അമേരിക്കൻ കോളനിക്കാരുടെ പ്രതിനിധികൾ ഇല്ലാതിരുന്നതിനാൽ അവർക്ക് നികുതി ചുമത്താനുള്ള ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അധികാരം അവർ നിരസിച്ചു. ഇത് അമേരിക്കൻ വിപ്ലവത്തിന്റെ പ്രധാന കാരണങ്ങൾ ഒന്നായിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നവയിൽ 2ാം ലോക യുദ്ധത്തിന്റെ ഫലങ്ങൾ ഏതെല്ലാം? ഒന്നാമത്തേത്, കോളനികൾ സ്വാതന്ത്ര്യം നേടി. 2, ശീതസമരത്തിന്റെ തുടക്കം. 3, സർവ്വരാജ്യ സഖ്യം രൂപം കൊണ്ടു. 4, ഫാസിസത്തിന്റെ തകർച്ച. ഇതിൽ ആൻസർ വരുന്നത് 1, 2, 4 ശരിയായത്. മൂന്നാമത്തത് തെറ്റാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. മൂന്നാം പ്രസ്താവന തെറ്റാണ്. കാരണം ലോകസമാധാനം സംരക്ഷിക്കാനായി സർവ്വരാജ്യ സഖ്യം എന്ന സംഘടന രൂപം കൊണ്ടത് 1ാം ലോക യുദ്ധത്തിന്റെ ഫലമായിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞിട്ടാണ് നമ്മുടെ സർവ്വരാജ്യ സഖ്യം അഥവാ ലീഗ് ഓഫ് നേഷൻ രൂപം കൊള്ളുന്നത്. 2ാം ലോക യുദ്ധത്തിന്റെ ഫലമായി ഐക്യരാഷ്ട്ര സംഘടനയാണ് രൂപം കൊണ്ടത്. അപ്പോൾ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണ് UN രൂപീകരിക്കുന്നത്. അച്ചുതണ്ട് ശക്തികളും സഖ്യശക്തികളും തമ്മിലാണ് 2ാം ലോക മഹായുദ്ധം നടന്നത്. ജർമ്മനി, ഇറ്റലി, ജപ്പാൻ എന്നിവ ചേർന്നതായിരുന്നു അച്ചുതണ്ട് ശക്തികൾ. ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന, USSR, USA എന്നിവ ചേർന്നതായിരുന്നു സഖ്യശക്തികൾ. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. ഒന്നാമത്തെ പ്രസ്താവന, 2ാം ലോക യുദ്ധത്തിന്റെ ഫലമായി ഐക്യരാഷ്ട്ര സംഘടന രൂപം കൊണ്ടു. രണ്ടാമത്തെ പ്രസ്താവന, അച്ചുതണ്ട് ശക്തികളും സഖ്യശക്തികളും തമ്മിലാണ് 2ാം ലോക യുദ്ധം നടന്നത്. നമ്മളിപ്പോൾ വായിച്ചതേ ഉള്ളൂ അല്ലേ? രണ്ടും ശരിയാണ്. രണ്ടും ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കണക്റ്റിംഗ് പോയിന്റ്സ് നോക്കാം. 2ാം ലോക മഹായുദ്ധം 1939 ആരംഭിച്ച് 1945 അവസാനിച്ചു. പെട്ടെന്ന് യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള പ്രധാന കാരണം പോളണ്ടിനെതിരായ ഹിറ്റ്ലറുടെ ആക്രമണമാണ്. 2ാം ലോക യുദ്ധത്തിൽ തോൽവി ഏറ്റുവാങ്ങിയ ആദ്യ രാജ്യമാണ് ഇറ്റലി. തോൽവി ഏറ്റുവാങ്ങിയ അവസാന രാജ്യമാണ് ജപ്പാൻ. സെക്കൻഡ് വേൾഡ് വാറിൽ ആദ്യം പരാജയപ്പെട്ടത് ഇറ്റലിയും രണ്ടാമത് ജപ്പാനുമാണ്. ആദ്യം പരാജയം ഏറ്റുവാങ്ങിയത് ഇറ്റലിയും ഏറ്റവും ഒടുവിലാണ് ജപ്പാൻ. നമുക്കറിയാം, ഹിരോഷിമയിലും നാഗസാക്കിയിലും ആ ഒരു ബോംബ് വർഷത്തോടെയാണ് ജപ്പാന് പിൻവാങ്ങേണ്ടി വന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ, റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിഗണിക്കാനാണ്. ഒന്നാമത്തെ പ്രസ്താവന, ഒന്നാം ലോക യുദ്ധത്തിൽ നിന്നും റഷ്യ പിന്മാറാൻ കാരണം റഷ്യൻ വിപ്ലവമാണ്. രണ്ടാമത്തെ പ്രസ്താവന, റഷ്യൻ വിപ്ലവ ഫലമായി പൊതു ഉടമസ്ഥതയ്ക്ക് പ്രാധാന്യം കൊടുത്തു. മൂന്നാമത്തെ പ്രസ്താവന, റഷ്യൻ വിപ്ലവം നടന്ന വർഷം 1919. ഇതിൽ ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് 1ഉം 2ഉം ആ പ്രസ്താവനയാണ്. ഇതിൽ മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. എന്താണെന്ന് നമുക്ക് നോക്കാം. റഷ്യൻ വിപ്ലവം നടന്നത് 1917 അതിനാൽ പ്രസ്താവന 3 തെറ്റാണ്. ഇതിൽ 19 എന്നാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ 1917 റഷ്യൻ റവല്യൂഷൻ നടന്നിട്ടുള്ളത്. റഷ്യൻ വിപ്ലവത്തിന്റെ മറ്റു ഫലങ്ങൾ പരിശോധിക്കാം. ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്തു, കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കി, സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക രംഗങ്ങൾ പുരോഗതി കൈവരിച്ചു. ഇതെല്ലാം നമ്മുടെ റഷ്യൻ റവല്യൂഷന്റെ മറ്റു ഫലങ്ങളാണ്. 1924 പുതിയ ഭരണഘടന നിലവിൽ വന്നു. സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ കൂട്ടിച്ചേർന്ന് സോവിയറ്റ് യൂണിയൻ രൂപീകരിക്കപ്പെടുകയും ചെയ്തു. സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ കൂടിച്ചേർന്ന് സോവിയറ്റ് യൂണിയൻ രൂപീകരിച്ചത് നമ്മുടെ ഈ ഒരു റഷ്യൻ റവല്യൂഷന് ശേഷമാണ്. 1924 റഷ്യയിൽ ഭരണഘടന നിലവിൽ വരുന്നത്. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വ്യാപകമായി. അപ്പോൾ റഷ്യൻ റവല്യൂഷന് ശേഷമാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലോട്ടും സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വ്യാപിക്കാൻ തുടങ്ങിയത്. അടുത്തത് പ്രസ്താവനകൾ പരിഗണിക്കാനാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട വിപ്ലവങ്ങളാണ് ഫെബ്രുവരി വിപ്ലവം, ഒക്ടോബർ വിപ്ലവം എന്നിവ. രണ്ടാമത്തെ പ്രസ്താവന, റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട രക്തരൂഷിത ഞായറാഴ്ച നടന്നത് 1917 ജനുവരി 22. ഇതിൽ ഒന്നാമത്തെയാണ് ശരി, രണ്ടാമത്തേൽ നമുക്ക് ഡേറ്റ് തെറ്റാണ്. ഓക്കെ, നോക്കാം. റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട രക്തരൂഷിത ഞായറാഴ്ച നടന്നത് 1905 ജനുവരി 9. 1905 കേട്ടോ. രാഷ്ട്രീയ അവകാശങ്ങൾക്കും സാമ്പത്തിക പരിഷ്കാരങ്ങൾക്കും പരിഹാരം ആവശ്യപ്പെട്ട് തൊഴിലാളികൾ പെട്രോഗാഡ് എന്ന സ്ഥലത്ത് പ്രകടനം നടത്തിയത് 1905 ജനുവരി 9. ഈ പ്രകടനത്തിന് നേരെ പട്ടാളം വെടിവെക്കുകയും 100 കണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെടുകയും ചെയ്ത സംഭവമാണ് രക്തദൂഷിത ഞായറാഴ്ച. റഷ്യൻ വിപ്ലവത്തിന്റെ രണ്ടാം ഘട്ടമാണ് ഒക്ടോബർ വിപ്ലവം. ബോൾഷെവിക്കുകൾ റഷ്യയിൽ സംഘടിപ്പിച്ച വിപ്ലവമാണ് ഇത്. രണ്ടാം ഘട്ട വിപ്ലവമാണ് ഏത്? ഒക്ടോബർ വിപ്ലവം. അത് ബോൾഷെവിക്കുകളാണ് സംഘടിപ്പിച്ചത്. ഒന്നാമത്തെ റവല്യൂഷൻ അത് മെൻഷെവിക്കുകളാണ് നടത്തിയത്. ഇനി അടുത്ത ക്വസ്റ്റ്യനും ശരിയായ പ്രസ്താവന ഏതെന്നാണ്. ഒന്നാമത്തെ പ്രസ്താവന, ബോക്സർ കലാപം ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അത് ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന, 1949 ഒക്ടോബർ 1 പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന നിലവിൽ വന്നതായി മാവോ പ്രസ്താവിച്ചതോടെ ചൈനീസ് ആഭ്യന്തര യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിന് അന്ത്യമായി. അതും ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന, സൺയാൻസൻ ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നീ 3 ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകി. അതെ, അതും ശരിയാണ്. അപ്പോൾ ഇതിൽ എല്ലാം ശരിയാണ്. കണക്റ്റിംഗ് പോയിന്റ്സ് നമുക്ക് നോക്കാം. ബോക്സർ വിപ്ലവത്തിന്റെ ആവേശത്തിലാണ് 1911 ഡോക്ടർ സൺയാൻസന്റെ നേതൃത്വത്തിൽ മഞ്ജു രാജവംശത്തിനെതിരായി ചൈനീസ് വിപ്ലവം നടന്നത്. ഇത് ചൈനയിൽ രാജവാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ചു. തുടർന്ന് ദക്ഷിണ ചൈനയിൽ സൺയാൻസന്റെ നേതൃത്വത്തിൽ കുമിന്താങ് പാർട്ടി റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിച്ചു. പടിഞ്ഞാറൻ രാഷ്ട്രങ്ങളുടെ സമത്വം വേണമെന്നാവശ്യപ്പെട്ട് സൺയാൻസൻ ചൈനയുമായി വിദേശികൾ ഒപ്പിട്ട അന്യായമായ ഉടമ്പടികൾ റദ്ദു ചെയ്യാൻ തീരുമാനിച്ചു.